വോട്ടെണ്ണലിന് 9 നാൾ മാത്രമാണ് അവശേഷിക്കുന്നതെങ്കിലും അന്തിമ വോട്ടിംഗ് ശതമാനം എത്രയെന്ന് ഇനിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല കേട്ടോ. ഏറ്റവും ഒടുവിൽ 79.63% എന്ന ഏകദേശ കണക്കാണ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. സർവീസ് വോട്ട്, തിരഞ്ഞെടുപ്പ് ജോലിയുള്ള ഉദ്യോഗസ്ഥരുടെ വോട്ട് എന്നിവയുടെ കണക്ക് ഇനിയും അന്തിമമാക്കിയിട്ടില്ല. സംസ്ഥാനത്തെ കണക്കുകൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ശേഷമേ പുറത്തുവിടൂ എന്നതാണ് നിലവിലെ സ്ഥിതി. കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 10,000-ലേറെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനായിട്ടില്ല കേട്ടോ. ഈ വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. SIR-നു ശേഷമുള്ള ആദ്യ പൊതു തിരഞ്ഞെടുപ്പായതിനാൽ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണം ആരെ തുണയ്ക്കുമെന്നതിലും മുന്നണികൾക്ക് ഒരുപോലെ തന്നെയാണ് ആശങ്ക. രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ജില്ലാതല വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. തരംഗമില്ലെങ്കിൽ 82 സീറ്റ് വരെയും, തരംഗമുണ്ടായാൽ 90 സീറ്റിന് മുകളിലെത്തുമെന്നാണ് UDF-ന്റെ ആത്മവിശ്വാസം. മലബാറിലും മധ്യ കേരളത്തിലും കരുത്തുറ്റ മുന്നേറ്റവും തെക്കൻ കേരളത്തിൽ ഇടതുമുന്നണിയുടെ ആധിപത്യത്തെ അട്ടിമറിക്കാൻ കഴിയുമെന്നാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന സൂചനകൾക്ക് പിന്നാലെ തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചയും പക്ഷം ചേർന്നുള്ള ചേരിപ്പോരും രൂക്ഷമായിരിക്കുകയാണ് കേട്ടോ. വോട്ടെണ്ണൽ ദിനം അടുക്കുംതോറും മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള പിടിവലിയും ചരടുവലികളും പുതിയ രൂപവും ഭാവവും ആർജിക്കുന്നതും കൗതുകകരം തന്നെയാണ്. ഇത്തരം അതിരുവിട്ട സമീപനങ്ങൾ ദോഷം ചെയ്യുമെന്ന വികാരവും കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട് കേട്ടോ. 2016-ലെയും 2021-ലെയും സീറ്റുകളില്ലെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിന് ഭരണ തുടർച്ച കിട്ടുമെന്നാണ് LDF ക്യാമ്പ് ഉറപ്പിച്ചു പറയുന്നത്. സിറ്റിംഗ് MLA-മാരുടെ പ്രകടനവും മണ്ഡലങ്ങളിലെ സൽപ്പേരും കേവല ഭൂരിപക്ഷത്തിന് തുണയ്ക്കുമെന്നാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ കണക്കുകൾ തെറ്റിയതിനാൽ ഇക്കുറി വിലയിരുത്തലിൽ വലിയ സൂക്ഷ്മത പാലിച്ചെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. സാധ്യത കുറവുള്ള ബൂത്തുകളും മണ്ഡലങ്ങളും ഉറച്ച സാധ്യതയായി കണക്കാക്കി മേൽഘടകങ്ങൾക്ക് കീഴ്ഘടകങ്ങൾ റിപ്പോർട്ട് നൽകുന്നതാണ് പിഴവിന് കാരണമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. അതിനാൽ തന്നെ ഇക്കുറി സാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളെ ഒഴിവാക്കിയ ശേഷമാണ് നേരിയ ഭൂരിപക്ഷം നേടുമെന്ന വിലയിരുത്തലിലേക്ക് LDF എത്തിയതും. 25 സീറ്റുകളിൽ മത്സരിച്ച CPI 10 സീറ്റുകളിലേക്ക് പ്രതീക്ഷ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 24 സീറ്റിൽ മത്സരിച്ച ഘടകകക്ഷികൾക്കെല്ലാം കൂടി ചേർത്ത് 6-7 എന്നതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ശക്തമായ സാന്നിധ്യമറിക്കലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കലും ലക്ഷ്യമിട്ട് രംഗത്തുള്ള BJP നേമത്തടക്കം പ്രതീക്ഷ പുലർത്തുന്നുണ്ടെങ്കിലും ഒരു ഉറപ്പും അവർ സീറ്റുകളുടെ കാര്യത്തിൽ പറയുന്നില്ല കേട്ടോ.